साथियों, लोकसभा के चुनाव देश की सरकार चुनने के लिए है। ये बात आपको हर वोटर तक पहुंचानी है। भारत सरकार की एक बड़ी जिम्मेदारी देश की सुरक्षा और दुनिया में भारत की भूमिका को सशक्त करने की होती है। हमें वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे। इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि एलडीएफ, यूडीएफ का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया विश्व मित्र के रूप में देख रही है। पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है। इसका बेहतरीन उदाहरण गल्फ देशों के साथ हमारे संबंध है। आज गल्फ के देशों से भारत के संबंध इतिहास के सबसे मजबूत दौर से गुजर रहे हैं। गल्फ के देशों में भारतीयों का सम्मान भी बढ़ा है, उनके लिए अवसर भी बढ़े हैं और उन्हें सुरक्षा का भरोसा भी मिला है। കേരളത്തിലെ എൻ്റെ സഹപ്രവർത്തകരെ, ലോകസഭാ തെരഞ്ഞെടുപ്പ് രാജ്യം ഭരിക്കേണ്ട സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഈ കാര്യം നിങ്ങൾ എല്ലാ വോട്ടർമാരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. ഭാരത സർക്കാരിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം രാജ്യത്തിൻ്റെ സുരക്ഷയും അതോടൊപ്പം ലോകത്ത് ഭാരതത്തിൻ്റെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നുള്ളതുമാണ്. നമ്മൾ സമ്മതിദായകരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ദുർബലവും അസ്ഥിരവുമായ സർക്കാരായിരുന്നു എന്ന്. രാജ്യത്ത് തീവ്രവാദ ആക്രമണമുണ്ടായപ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മുടെ നിക്ഷേപങ്ങളിലും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ രാജ്യക്കാരിലും ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് ആവർത്തിച്ച് പറയണം, എൽഡിഎഫിൻ്റെയും യുഡിഎഫിൻ്റെയും ചരിത്രം അഴിമതിയുടെയും കുംഭകോണങ്ങളുടെയും ആണെന്ന്. ഇന്ന് ലോകം ഭാരതത്തെ ലോകത്തിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുന്നു. സമ്പൂർണ്ണ ലോകത്തിലും ഭാരതത്തിൻ്റെയും ഭാരതീയരുടെ അഭിമാനം പുതിയ ഉയരങ്ങളിലെത്തിയിരിക്കുന്നു. ഇതിൻ്റെ വലിയ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ കാണാവുന്നതാണ്. ഇന്ന് ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാരോടുള്ള ബഹുമാനം വളരെ വർദ്ധിച്ചിരിക്കുന്നു. അവർക്കുള്ള അവസരങ്ങൾ കൂടിയിരിക്കുന്നു. അവർക്കുള്ള സുരക്ഷാബോധവും വർദ്ധിച്ചിരിക്കുന്നു.